സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തളിപ്പറമ്പ് BJP-യിലും ഭിന്നതയുണ്ട്. മത്സരിക്കാനില്ലെന്ന് തളിപ്പറമ്പിൽ നേരത്തെ നിശ്ചയിച്ച BJP സ്ഥാനാർത്ഥി N. ഹരിദാസ്. ഹരിദാസ് പിൻവാങ്ങുന്നതോടെ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങാനാവാത്ത അവസ്ഥയിലാണ് BJP. ധർമ്മടത്ത് സ്ഥാനാർത്ഥിയാകാത്തതിലാണ് BJP മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായ N. ഹരിദാസിന്റെ പ്രതിഷേധം. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഹരിദാസിന് താല്പര്യം ധർമ്മടത്ത് മത്സരിക്കാൻ. ഇപ്പോൾ ധർമ്മടത്തിൽ NDAക്ക് സ്ഥാനാർത്ഥി ഇല്ലേ? എന്താ സംഭവിച്ചത്? ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്തില്ലെങ്കിൽ ഇനി ഒറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അഭിജിത്ത്. തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ്. തളിപ്പറമ്പ് വേണ്ട, തനിക്ക് ധർമ്മടം മതി എന്നുള്ളതാണ് ഹരിദാസിന്റെ നിലപാട്. അതിന് അദ്ദേഹം ഒരു കാരണമായി പറയുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി താൻ ധർമ്മടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ താൻ പ്രതീക്ഷിച്ചിരുന്നത് ധർമ്മടത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മറിച്ച് നേരെ അദ്ദേഹത്തെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കി. അതിലാണ് ഇപ്പോൾ ഒരു അതൃപ്തി ഹരിദാസിനുള്ളത്. അത് അദ്ദേഹം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ധർമ്മടത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് K. രഞ്ജിത്തിനെയാണ്. പക്ഷേ നിലവിൽ ഇനിയൊരു മാറ്റം അത് അസാധ്യം എന്ന് തന്നെ പറയേണ്ടി വരും അരുൺ. ഇത് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്, BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക നിർണയമൊക്കെ. അതിനാൽ തന്നെ അക്കാര്യത്തിൽ തങ്ങൾക്ക് ഇടപെടാനുള്ളൊരു പ്രശ്നം ഉണ്ട് എന്ന് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഹരിദാസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി തന്റെ അതൃപ്തി വ്യക്തമാക്കിയതോടുകൂടി തന്നെ BJP-യുടെ പ്രചാരണ പരിപാടികളൊക്കെ തന്നെ അവിടെ വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പ്രചാരണ പരിപാടികളിലേക്കൊക്കെ ഇറങ്ങാൻ കാലതാമസം ഉണ്ടാകുന്നു. ഇന്ന് ഇതുവരെ അങ്ങനെ ഒരു പ്രചാരണ പരിപാടിയിലേക്ക് തളിപ്പറമ്പിലെ പ്രവർത്തകർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഹരിദാസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ ഉടൻ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമെന്നൊക്കെയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തളിപ്പറമ്പ് വേണ്ട, ധർമ്മടം എന്നുള്ളതാണ് പറയുന്നത്. ധർമ്മടത്ത് BJP-ക്ക് അത്യാവശ്യം വോട്ടുള്ള സ്ഥലം തന്നെയാണ്. അവിടെ ജയിക്കില്ല എങ്കിൽ കൂടി ഏതായാലും നിലവിൽ ഇപ്പോൾ RSS കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഹരിദാസിനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഒരു പക്ഷേ അന്തിമഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങാൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത. അരുൺ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.